റെയിൽവേ ALP ടെക്നീഷ്യൻ CBT2ൻ്റെ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്. ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ ആദ്യത്തെ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇതുവരെയുള്ള വീഡിയോസ് ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചറിൻ്റെ രണ്ടാമത്തെ ഭാഗം. ആദ്യം തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ലേറ്റൻറ്റ് ഹീറ്റ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഇപ്പോൾ ഈ ഫിഗർ നോക്കുന്നതിന് മുന്നേ ഇവിടത്തേക്കൊന്ന് നോക്കുക. ഇതിൽ ഒരു ഐസ് ഉണ്ടെന്ന് വിചാരിക്കുക. എന്താണ് ഐസ്? അപ്പോൾ ഐസിൻ്റെ ടെമ്പറേച്ചർ ഒരു -20°C ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനാ നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? ഹീറ്റ് ചെയ്യുന്നത്. അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു, ഹീറ്റ് കൊടുക്കുന്നു. ഇങ്ങനെ ഇവിടെ ഹീറ്റ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ഐസ് -20°C ടെമ്പറേച്ചർ കൂടിക്കൂടി -10 ആവും. -10 എന്താവും? 0° എത്തും. അപ്പോൾ അവസാനം ടെമ്പറേച്ചർ നമ്മളിങ്ങനെ ഐസിനെ ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞ് അതായത് മൈനസിൽ ടെമ്പറേച്ചർ കൂടിക്കൂടി 0°C എത്തും. അപ്പോൾ ഈ പർട്ടിക്കുലർ പോയിന്റിൽ ഇവിടെ എന്താണുള്ളത്? 0°C ഐസ് ഉണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ കൊടുക്കുന്ന ഐസിന ഈ ടെമ്പറേച്ചറിൻ്റെ ഈ ഐസിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞു. അതാണ് നമ്മൾ പറഞ്ഞ Q എന്ന് പറയുന്നത്, ഹീറ്റ്. അപ്പോൾ ഈ ഇങ്ങനെ ടെമ്പറേച്ചർ കൂട്ടി 0° ഐസിലെത്തി. അപ്പോൾ ഇനി ഇവിടുന്ന് കൂട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 1° ഐസ് ഉണ്ടാവുമോ? ഇല്ല. 0° കഴിഞ്ഞാൽ പിന്നെ ഐസ് എന്താവും? വാട്ടർ ആവും. അപ്പോൾ ഈ പോയിന്റിൽ നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ ഹീറ്റ് ഇങ്ങനെ തുടർന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഈ 0° ഇവിടെ ഉണ്ടായിരുന്ന ഐസ് 0° വാട്ടർ ആയിട്ട് മാറും. 0°C ഉള്ള വാട്ടറായി മാറും. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞ സമയത്തൊക്കെ സംഭവിച്ചത് ഹീറ്റ് കൊടുക്കുമ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരൊറ്റ പ്രോസസ്സിൽ എന്ത് സംഭവിക്കുന്നില്ല? ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഹീറ്റ് എവിടത്തേക്കാണ് ഇവിടെ പോകുന്നത് എന്നതാണ് ഇവിടുത്തെ സംഭവം. അതായത് നമ്മൾ ഇതുവരെ ചെയ്തത് ഒരേ സ്റ്റേറ്റിലുള്ള ഒരു ഐസിൽ നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. പക്ഷേ 0° ഐസിന് വീണ്ടും ഹീറ്റ് കൊടുക്കുമ്പോൾ അത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാതെ അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യും, ഐസിൽ നിന്ന് വാട്ടറിലേക്ക് ചേഞ്ച് ചെയ്യും. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് ഇപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഈ ഐസിൻ്റെ സ്റ്റേറ്റ് സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് ചേഞ്ച് ചെയ്യും. ഐസ് വാട്ടർ ആവുന്ന പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ ഹീറ്റിന് പറയുന്ന പേരാണ് ലേറ്റൻറ്റ് ഹീറ്റ് എന്നുള്ളത്. ഈ ഹീറ്റാണ് ലേറ്റൻറ്റ് ഹീറ്റ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഫിഗറിലേക്ക് വരാം. ഇവിടെ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ -20 നമ്മൾ പറഞ്ഞത്. -20 ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹീറ്റ് ആഡ് ചെയ്യുന്നതിനൊക്കെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. ഈ പോയിന്റ് ഏതാണ്? ഇതാണ് 0° ഐസ്. 0° ഐസ്. വീണ്ടും നമ്മൾ ഫർദർ ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നില്ല. അതാണ് ഇവിടെ എന്ത് കാണിക്കുന്നത്? ടെമ്പറേച്ചറിൻ്റെ ലൈൻ ഇൻക്രീസ് ചെയ്യാതെ ഹൊറിസോണ്ടലായിട്ട് കാണിക്കുന്നത്. ഈ ലൈന് എന്ത് സംഭവിക്കുന്നതാണ്? ഐസ് വാട്ടർ ആവുന്ന പ്രോസസ്സാണ്. ഐസ് വാട്ടർ ആവുന്ന പ്രോസസ്സ് മെൽറ്റിങ്. ഇപ്പോൾ ഇവിടെ എത്തി 0°C വാട്ടറായി. വീണ്ടും നമ്മൾ ഹീറ്റ് ആഡ് ചെയ്യുന്നു. ഇവിടുത്തെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. എത്ര വരാ? 0°C വാട്ടർ 100°C വാട്ടർ ആവും. അപ്പോൾ എന്തുകൊണ്ടാണ് 100°C വാട്ടർ എന്ത് ചെയ്യും? തിളക്കാൻ തുടങ്ങും. അതായത് തിള വന്നിട്ട് അത് എന്താവും? വേപ്പറായിട്ട് മാറുന്ന സമയമാണ് 100°C ടെമ്പറേച്ചർ. അപ്പോൾ നേരത്തെ നടന്നതുപോലെ തന്നെയുള്ള ഒരു സ്റ്റേറ്റ് മാറ്റം. വാട്ടർ എന്താവും? ഇവിടെ ബാഷ്പം, അതായത് വേപ്പറായിട്ട് മാറും. വേപ്പറൈസേഷൻ പ്രോസസ് നടക്കും. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന ഹീറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാനല്ല, പക്ഷേ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ. ഇതിന് പറയുന്ന പേരാണ് ഇവിടുത്തെ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. അപ്പോൾ ഇതാണ് ലേറ്റൻറ്റ് ഹീറ്റിൻ്റെ ബേസിക്. എന്താണ് ലേറ്റൻറ്റ് ഹീറ്റ് എന്നുള്ളത്? ഇനിയിപ്പോൾ ഇവിടെ വാട്ടറിൻ്റെ ലേറ്റൻറ്റ് ഹീറ്റ് മെൽറ്റിങ്ങിൻ്റെ സമയത്ത്, അതായത് സോളിഡിൽ നിന്ന്, അതായത് ഐസ് വാട്ടർ ആവുന്ന സമയത്ത് ഉള്ളതാണ് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് മെൽറ്റിംഗ് എന്ന് പറയുന്നത്. ഐസ് മെൽട്ടായി വാട്ടർ ആവുന്നതാണ് ഈ തന്നിട്ടുള്ള ഫിഗർ 333.2.
അതുപോലെ തന്നെ വാട്ടർ വേപ്പർ ആവുന്ന സമയത്തെ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഒന്നുകിൽ ക്വസ്റ്റ്യനിൽ തരും, ചില സമയത്ത് ഇത് ചിലപ്പം നമ്മളെ പഠിച്ചിരിക്കേണ്ട സമയം വരും, പക്ഷെ ഇവിടെ അധികം ക്വസ്റ്റ്യനിൽ തരും. ഇത് ഒന്നുകിൽ ഇങ്ങനെ കാണാപ്പടം പഠിക്കുക, 333 എന്നുള്ളത് ഐസിൻ്റെത്, ഫസ്റ്റത്തെ സ്റ്റേജിൽ ഇത് 222 എന്ന് പഠിക്കുക. പിന്നെ കുറച്ച് ഡീറ്റെയിൽ ആയി പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, 2257 എന്നാക്കുക. അതുപോലെ 333 എന്ത് ചെയ്യുക, കുറച്ച് ഡീറ്റെയിൽ ആയി പഠിക്കുമ്പോൾ 33.2 എന്നാക്കുക. ഇവിടെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഹീറ്റ് എനർജി ഈസ് റിക്വയർഡ് ടു മെൽറ്റ് 5 kg ഐസ്. അതായത് 5 കിലോ ഐസ് മെൽറ്റ് ചെയ്യാൻ എത്ര ഹീറ്റ് എനർജി വേണമെന്നാണ് ചോദിക്കുന്നത്. ലേറ്റന്റ് ഹീറ്റ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ നോക്കിയാൽ ലേറ്റന്റ് ഹീറ്റിൻ്റെ യൂണിറ്റ് എന്താ, കിലോ ജൂൾ പെർ kg. അതായത് നമ്മൾ പറഞ്ഞ ലേറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേസ് ഐസ് ഇങ്ങനെ വന്ന് വാട്ടറായി, ഐസ് ഇവിടുന്ന് വാട്ടറായി, വാട്ടർ വീണ്ടും കൂടുന്നു. അപ്പോൾ ഈ പ്രോസസ്സ് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാനുള്ളതാണ് ലേറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് എത്ര എന്തിലാണ് പറയുക, പെർ kgയിലാന്ന് പറയുക. ഒരു kg ഐസ് മെൽറ്റ് ചെയ്ത് 0 ഡിഗ്രി സെൽഷ്യസ് വാട്ടർ ആവാനുള്ളതാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് മെൽറ്റിംഗ് വാട്ടറിൻ്റെ. അപ്പോൾ ഇതെന്താണ്, പെർ kgയിലാണ് തരിക. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് എന്താ, ഹൗ മച്ച് ഹീറ്റ് എനർജി ഈസ് റിക്വയർഡ് ടു മെൽറ്റ് 5 kg ഓഫ് ഐസ്. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ഹീറ്റിൻ്റെ ലേറ്റന്റ് ഹീറ്റ്. ഇത് തന്നില്ലെങ്കിൽ നമുക്കറിയാം 333 ആണ്, ഇവിടെ 336 തന്നിട്ടുണ്ട്. 336 ഓഫ് യൂണിറ്റ് നോക്കിയാൽ ജൂൾ പെർ ഗ്രാം. ജൂൾ പെർ ഗ്രാം എന്ന് പറയുന്നത് എന്തിനാ തന്നെയാണ്, കിലോ ജൂൾ പെർ കിലോഗ്രാമിന് ഈക്വൽ ആണ്. അപ്പോൾ 336 ജൂൾ പെർ, ഒന്നിക്ക് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം, 5 kgക്ക് 5000 ഗ്രാം ആക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇൻറ്റു 5000 എന്നാക്കാം, അത്രയും ജൂള് കിട്ടും, ബൈ 1000. അപ്പോൾ അത് മൊത്തത്തിൽ എന്താണ്, ഇൻറ്റു 5. അതാണ് ഇവിടുത്തെ ആൻസർ, 336 ഇൻറ്റു 5. അപ്പോൾ എത്രയായി, 150, 15, 3, 18, 168.0. അടുത്തതാണ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ്. ഹീറ്റിനെ എത്ര ടൈപ്പായിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്ന കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. ഇവിടെ 3 ടൈപ്പിലാണ് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുക. ഹീറ്റ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ. ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. അത് ഓരോന്നും എന്താണെന്ന് നോക്കാം. സിമ്പിൾ. കണ്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ സാധാരണ ഒരു മെറ്റൽ പീസ്, ആ മെറ്റൽ പീസിൻ്റെ ഈ ഒരറ്റം നമ്മൾ ഹീറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു അറ്റം ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചൂട് ഇവിടുന്ന് പതുക്കെ ഇങ്ങോട്ടേക്ക് എത്തി ഇവിടെ എത്തുമല്ലോ, ടച്ച് ചെയ്ത് പോകുന്നത്. ഇതാണ് എന്ത്, കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കണ്ടക്ഷനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. We can define heat conduction as the process of heat transfer in solids from region of high temperature to region of lower temperature without the actual movement of atoms. അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ കാണിച്ചിട്ടുള്ളത് ഈ ഒരു പ്ലെയിനിൽ ഇവിടെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്താവും, ഈ ഒരു പോർഷൻ എന്താവും, ഇത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും, ഹോട്ട് ടെമ്പറേച്ചർ ആവും. അപ്പോൾ ഈ ഒരു ഹയർ ടെമ്പറേച്ചറിന് ഇവിടത്തേക്ക് എന്ത് ചെയ്യും, ഹീറ്റ് ഇങ്ങോട്ടേക്ക് പോകും. ഇതിപ്പോൾ എന്താണ്, ലോ ടെമ്പറേച്ചർ ഏരിയ ആണ്. അപ്പോൾ ഇതാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഇവിടുത്തെ ആറ്റംസോ മോളിക്യൂൾസോ ആക്ച്വലി ഇങ്ങോട്ടേക്ക് മാറുന്നില്ല, പക്ഷേങ്കിൽ എന്ത് ചെയ്യുന്നു, ഹീറ്റ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ എന്തൊക്കെ ടൈപ്പിലായിരിക്കും നോക്കാം. നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. അല്ലെങ്കിൽ നമുക്കറിയാലോ, ഇപ്പോൾ കണ്ടക്ടർ ആണെങ്കിൽ അതിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇവിടെ ആറ്റം വൈബ്രേറ്റ് ചെയ്യും, ആ വൈബ്രേഷൻ കൊണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. അതുകൂടാതെ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ടും ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. സിമ്പിളായിട്ട് നമ്മൾ സാധാ പഠിക്കുന്ന കണ്ടക്ഷൻ തിയറി. ഒരു ഡയറക്റ്റ് കോണ്ടാക്റ്റ് കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണെന്ന് കണ്ടക്ഷൻ എന്ന് മനസ്സിലായി. അടുത്തത് കൺവെക്ഷൻ. കൺവെക്ഷൻ എന്ന് പറയുന്നത്, ഇവിടെ ഒരു ബീക്കറിൽ വെള്ളമുണ്ട്, ആ വെള്ളം അടിയിൽ ഹീറ്റ് ചെയ്യിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെയുള്ള വാട്ടർ മോളിക്യൂൾസ് ഹീറ്റ് അബ്സോർബ് ചെയ്യും, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന, ഇവിടെയുള്ള ഓരോ വാട്ടർ മോളിക്യൂളും മേലേക്ക് പോകും. എന്തുകൊണ്ടാണ്, ഹീറ്റ്
അബ്സോർബ് ചെയ്ത് അവർ മേലേക്ക് പോകുമ്പം അവിടെയുള്ള കമ്പാരിറ്റീവ്ലി കോൾഡ് ആയിട്ടുള്ള വാട്ടർ മോളിക്യൂൾസ് താഴേക്ക് വരും. അപ്പോൾ ഇങ്ങനെ ഒരു മോളിക്യൂൾസിൻ്റെ ആക്ച്വൽ മൂവ്മെൻറ്റ് കൊണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ നമ്മളെ ഇവിടെ ഡെഫിനിഷൻ നോക്കാം. ദ ഫോം ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം പ്ലേസസ് ഓഫ് ഹൈ ടെമ്പറേച്ചർ ടു ലോ ടെമ്പറേച്ചർ. അപ്പോൾ അതല്ല ഇമ്പോർട്ടൻ്റ് ഇവിടെ by the actual movement of molecule is called convection. സാധാരണ നമ്മൾ അറിയുന്ന കാര്യം. കൺവെക്ഷൻ്റെ ഡെയിലി ലൈഫിലാണ് നമ്മൾ പറയുന്ന കരക്കാറ്റ്, കടൽക്കാറ്റ് എന്ന് പറയുന്നത്. ലാൻഡ് ബ്രീസ് ആൻഡ് സീ ബ്രീസ്. അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ പഠിച്ചതാണ്. കര പെട്ടെന്ന് ചൂടാവും തണുക്കുകയും ചെയ്യും, കടൽ പെട്ടെന്ന് ചൂടാവും തണുക്കുകയും ചെയ്യില്ല. അപ്പോൾ ചൂടുള്ള സമയത്ത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറുന്നത് സാധാരണ നമ്മളെ ലാൻഡ് ബ്രീസും സീ ബ്രീസും. ഇത് ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ ഇവിടെ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? കൺവെക്ഷൻ കാരണമാണ് ഉണ്ടാവുന്നത്. ഇത് എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ. കര പെട്ടെന്ന് ചൂടാവും. അപ്പോൾ ഉച്ച സമയത്ത് കര പെട്ടെന്ന് ചൂടാവും, കടൽ പതുക്കെ ചൂടാവുമല്ലോ. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം ഇവിടെ നിന്നാണ് ബ്രീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നത്. അടുത്ത മൂന്നാമത്തത്, രണ്ടെണ്ണം പറഞ്ഞു. മൂന്നാമത്തതാണ് റേഡിയേഷൻ. റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം സൂര്യൻ കത്തിജ്വലിച്ചുകൊണ്ട് നിൽക്കുകയെന്ന്. അവിടുന്ന് റേഡിയേഷൻ വന്നിട്ടാണ് ഇവിടത്തേക്ക് വരുന്നു. അപ്പോൾ ആക്ച്വലി എല്ലാ ബോഡീസും, എല്ലാ ഹോട്ട് ബോഡീസും റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നുണ്ട്. സൂര്യൻ മാത്രമല്ല, എല്ലാ ഹോട്ട് ബോഡീസും എന്ത് ചെയ്യുന്നുണ്ട്? റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റേഡിയേഷൻ്റെ ഡെഫിനേഷനിലൂടെ നോക്കാം. ബൈ കണ്ടക്ഷൻ ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ത്രൂ സോളിഡ്സ്, ബൈ കൺവെൻഷൻ ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ത്രൂ ലിക്വിഡ്. അപ്പോൾ റേഡിയേഷൻ എന്ത് വേണ്ട? മീഡിയം വേണ്ട. കണ്ടക്ഷൻ നമ്മൾ പറഞ്ഞു ഇവിടുന്ന് ഒരു മെറ്റൽ ഹീറ്റ് ചെയ്യുന്ന അതിൻ്റെ ടച്ച് ചെയ്തിട്ടുള്ള മോളിക്യൂൾസിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ആവും. കൺവെക്ഷൻ നമ്മളൊരു ബീക്കറിൽ വാട്ടർ എടുത്തത് പറഞ്ഞു ഇവിടുന്ന് ഹീറ്റ് ചെയ്യുന്ന വാട്ടർ മോളിക്യൂൾസിൻ്റെ ആക്ച്വൽ മൂവ്മെൻറ്റ്. റേഡിയേഷൻ അതുപോലെ എന്ത് വേണ്ട? എം ടി സ്പേസിലേക്ക് കൂടി ട്രാൻസ്ഫർ ചെയ്യും. റേഡിയേഷൻ്റെ റിയൽ ലൈഫ് ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ സണ്ണിൽ നിന്ന് റേഡിയേഷൻ എർത്തിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മളൊരു പിന്നെ ഇവിടെ അടുത്ത കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബ്ലാക്ക് കളറ് റേഡിയേഷനെ കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യും. അപ്പം അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വെസൽസിൻ്റെ ബോട്ടം പാർട്ട് ബ്ലാക്ക് കളറാക്കി വെച്ചിട്ടുള്ളത്. എന്തുകൊണ്ട്? കൂടുതൽ റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. വൈറ്റ് കളർ റിഫ്ലക്ട്സ് ഹീറ്റ് റേഡിയേഷൻ. ദാറ്റ്സ് വൈ വി ആർ അഡ്വൈസ്ഡ് ടു വിയർ വൈറ്റ് ക്ലോത്ത്. ഇത് റേഡിയേഷനും എന്തൊക്കെയാണെന്ന് കാണിക്കുന്നത്. നമ്മൾ ഹാൻഡിൽ അടുപ്പിൽ വെച്ച പാത്രത്തിൻ്റെ ചൂട് ഹാൻഡിലേക്ക് വരുന്നത് എന്തുകൊണ്ട്? കണ്ടക്ഷൻ കൊണ്ട്. വെള്ളം തിളക്കുമ്പോൾ മേൽഭാഗത്തുള്ള ഇതും തിളക്കുന്നത് എന്തുകൊണ്ട്? ചൂട് വെള്ളത്തിലേക്ക് മൊത്തം എത്തുന്നത് എന്തുകൊണ്ട്? വെള്ളത്തിൻ്റെ അടിഭാഗത്തുള്ള വാട്ടർ മോളിക്യൂൾസ് ഹീറ്റ് ചെയ്യുകയും അത് മുകളിലേക്ക് വരികയും പിന്നെ അങ്ങനെ ആക്ച്വൽ മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ്, അതാണ് കൺവെക്ഷൻ. ഒരു ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ബൈ ആക്ച്വൽ മോഷൻ ഓഫ് മാറ്റർ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ വന്ന കീവേഡ് ആക്ച്വൽ മോഷൻ ഓഫ് മാറ്റർ എന്നുള്ളതാണ്. അപ്പോൾ എന്തില്ല? കണ്ടക്ടറിലേക്ക് കൂടിയുള്ള കണ്ടക്ഷന് എന്തില്ല? ആക്ച്വൽ മോഷൻ ഇല്ല. ആക്ച്വൽ മോഷൻ വരുന്നത് കൺവെക്ഷൻ. അടുത്തൊരു സെക്കൻഡ് ടോപ്പിക്ക് ടെമ്പറേച്ചർ. കാരണം മറ്റേതൊക്കെ നമ്മൾ സ്ഥിരം കണ്ടു പരിചയമുള്ള സാധനങ്ങളാണ്. ഈ കണ്ടക്ഷൻ, കൺവെക്ഷൻ ഇതൊക്കെ നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്നതാണ്. അപ്പോൾ അതിലൊരു പ്രത്യേകിച്ചിട്ടുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എത്ര പുതിയ ക്വസ്റ്റ്യൻ ഒന്നും വരാൻ സാധ്യതയില്ല. ഇവിടെ നോക്കുമ്പോൾ ടെമ്പറേച്ചർ ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് എക്സ്പ്രസസ് വെദർ ആൻ ഒബ്ജക്റ്റ് ഈസ് ഹോട്ട് ഓർ കോൾഡ്. അതാണ് ടെമ്പറേച്ചർ. സിമ്പിളായിട്ട് ഹോട്ടാണോ കോൾഡാണോ എക്സ്പ്രസ് ചെയ്യുന്നത് ടെമ്പറേച്ചർ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ വേറൊരു കാര്യം കൂടി ഉള്ളത്, തെർമോമീറ്റർ വെച്ച് മെഷർ ചെയ്യാം. പിന്നെ ഹൈ ടെമ്പറേച്ചർ ആകുമ്പോൾ പൈറോമീറ്റർ വെച്ച് മെഷർ ചെയ്യാം. അങ്ങനെ ഒരുപാട് ഡിവൈസ് ടെമ്പറേച്ചറിൻ്റെ സ്കെയിലിനനുസരിച്ച് യൂസിനനുസരിച്ച് ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് 3 സ്കെയിലുകളാണ്. ഇതിൻ്റെ കൺവേർഷൻ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. RRBൻ്റെ എക്സാമിന് ചോദിക്കാൻ 100% സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ. സെൽഷ്യസ് നിന്ന് ഫാരൻഹീറ്റിലേക്കുള്ള കൺവേർഷൻ, ഫാരൻഹീറ്റിൽ നിന്ന് തിരിച്ച് സെൽഷ്യസിലേക്കുള്ള കൺവേർഷൻ. കെൽവിൻ സ്കെയിൽ പിന്നെ നമുക്കറിയാമല്ലോ, 273 ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ കൺവേർഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ
റിലേഷൻ പഠിക്കുന്നവർക്ക് പഠിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഗ്രി സെൽഷ്യസിന് കെൽവിനിലേക്കുള്ളത് ഈ റിലേഷൻ്റെ ആവശ്യമില്ല. K ഈക്വൽ ടു എന്താണ് 273 പ്ലസ് ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളതാണ്. ഇതുപോലെ എന്തുണ്ട്, ഫാരൻഹീറ്റിൻ്റെ ഒരു റിലേഷൻ ഉണ്ട്. ഒന്നിക്കൽ നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ റിലേഷൻ യൂസ് ചെയ്യാം. ഇത് തന്നെയാണ് ഇവിടെ വരുന്നത്. F ഈക്വൽ ടു 9/5C പ്ലസ് 32. അതായത് നമുക്കിപ്പോൾ ക്വസ്റ്റ്യനിൽ C തന്നിട്ട് F കണ്ടുപിടിക്കാനാണെങ്കിൽ ഇത് യൂസ് ചെയ്യുക, F തന്നിട്ട് C കണ്ടുപിടിക്കാനാണെങ്കിൽ തിരിച്ചിട്ടും അതുപോലെ യൂസ് ചെയ്യുക. അപ്പോൾ F ഈക്വൽ ടു 9/5, ഏകദേശം പകുതിക്ക്, അതായത് F ആണ് കൂടുതൽ വരിക. ഇപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ ഇത് എത്ര വരും, 200-നടുത്ത് വരും. 200-അല്ല, ഏകദേശം, അതായത് കൂടുതൽ വരിക ഫാരൻഹീറ്റാണ്. അപ്പോൾ ഈ റേഷ്യോ 5/9 ആണെന്നായിരിക്കും കൺഫ്യൂഷൻ വരിക. ഈ 32 ഒക്കെ മനസ്സിൽ ഓർമ്മയുണ്ടാവും. 9/5 ആണോ 5/9 ആണോ എന്നുള്ളതാണ് കൺഫ്യൂഷൻ വരിക. അപ്പോൾ ഫാരൻഹീറ്റ് വലുത്, അപ്പോൾ 9 മേല, 9/5C പ്ലസ് 32. അത് തന്നെയാണ് ഇവിടെ ഒരു റിലേഷൻ ആയി കൊടുത്തിട്ടുള്ളത്. C/5 ഈക്വൽ ടു F മൈനസ് 32/9. ഒന്നുകിൽ ഇത് പഠിക്കുക, അല്ലെങ്കിൽ ഇത് പഠിക്കുക. ഒന്നും കൂടെ കൺവേർഷൻ്റെ ഡീറ്റെയിൽസ് പറയുന്നത്, ഈ 1.8 എന്ന് പറയുന്നതാണ് നമ്മൾ എഴുതുന്ന 9/5. F ഈക്വൽ ടു 1.8C പ്ലസ് 32 കെൽവിൻ പ്ലസ് 2073. ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് സെൽഷ്യസിനെ ഫാരൻഹീറ്റിലേക്ക് ചേഞ്ച് ചെയ്യാൻ. നമുക്കറിയുന്ന റിലേഷൻ F ഈക്വൽ ടു 9/5C, സിക്ക് പകരം ഇവിടെ -2000 പ്ലസ് 32. 5, 100, 20, 400, 40, 36, 3600, 40. ഇത് ക്വസ്റ്റ്യൻ എറർ ഉണ്ട്, ഇത് -200 ആണ്. അപ്പം എന്തായി, 5 -20 -40 ഇൻറ്റു 9 -360 പ്ലസ് 32. 60, 32, 28 -3250. ഇവിടെ 0 ഉണ്ടല്ലേ. അപ്പം ആൻസർ ഇത്. ഈ ഒരു റിലേഷൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചാൽ മതി. അടുത്തത് ഒരു ക്വസ്റ്റ്യനും കൂടെ കഴിഞ്ഞ പ്രാവശ്യത്തെ 2019 ALPൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഫാരൻഹീറ്റ് ഈസ് ഈക്വൽ ടു 9/5 ഇൻറ്റു -150 പ്ലസ് 32. 5 -30 -270, 70-ന്ന് 30 കുറച്ച് കഴിഞ്ഞാൽ 32 കുറച്ച് കഴിഞ്ഞാൽ -238 ഈക്വൽ ടു -270 പ്ലസ് 32 ഈക്വൽ ടു -238. -238 ആണ് ആൻസർ. അടുത്തത് ഹീറ്റ്. ഹീറ്റിൻ്റെ യൂണിറ്റ് എന്താണെന്നാണ് നോക്കുന്നത്. നമുക്കറിയുന്ന ഹീറ്റ് എന്താണ്, ജൂളിലല്ലേ നമ്മൾ പറയുന്നത്. നമുക്കറിയുന്ന ഹീറ്റ് ജൂളിൽ, പക്ഷേങ്കിൽ മോസ്റ്റ് കോമൺലി യൂസ്ഡ് യൂണിറ്റ് ഓഫ് ഹീറ്റ് കലോറിയിലാണ്. നമ്മൾ ഈ ജോഗിങ്ങിനൊക്കെ പോയിട്ട് ഇത്ര കലോറി കുറഞ്ഞു എന്നൊക്കെ പറയല്ല. അപ്പോൾ ഹീറ്റ് എന്ന് പറയുന്നത് കോമൺലി കലോറിയിലാണ് പറയുന്നത്. അപ്പോൾ ഈ കലോറി എത്രയാണ് ഇവിടെ നോക്കിയാൽ, ഒരു കലോറി എന്ന് പറഞ്ഞാൽ 4.186 എന്ന് കാണാം. അപ്പോൾ ഈ 4.186 എവിടെയാണ് കണ്ടത്, മറ്റേ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു, സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നോക്കിയാൽ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ ക്വസ്റ്റ്യൻ കാണലുണ്ട് ഇത് ഉപയോഗിച്ചിട്ടുള്ള. ഒരു കലോറി ഈസ് ഈക്വൽ ടു 4186. 4186 ഇതിങ്ങനെ പഠിക്കുക. ഒരു കലോറി ഈസ് ഈക്വൽ ടു 4186. ഇവിടെ അപ്രോക്സിമേഷൻ എഴുതുന്നത് ആദ്യം ഇങ്ങനെയാണ് പഠിക്കുക. ആദ്യം 4200 എന്ന് പഠിക്കുക, പിന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ 4.186 വരിക. പക്ഷെ ആദ്യം തന്നെ ഇങ്ങനെ പഠിച്ചാൽ മതി. 1 കലോറി ഈസ് ഈക്വൽ ടു 4186. 1 കലോറി ഈസ് ഈക്വൽ ടു 4186.
പിന്നെ കണ്ടക്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. കണ്ടക്ഷൻ ഇവിടെ ഹീറ്റ് ചെയ്യുന്നു. ഈ മോളിക്യൂൾസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ കൊണ്ട് ഹീറ്റ് എന്ത് ചെയ്യുന്നു, ഓരോ അറ്റത്തേക്ക് എത്തുന്നു. ഇനി നമുക്ക് വേണ്ടത് രണ്ട് തരത്തിലാണ്. ഇതിപ്പോൾ മെറ്റൽസും നോൺ മെറ്റൽസും തമ്മിൽ കണ്ടക്ഷൻ്റെ വ്യത്യാസം ചോദിക്കുന്നത്. അത് നമുക്ക് സിമ്പിളായിട്ട് അറിയാം. മെറ്റൽസ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അവിടെ ഒരു ഫ്രീ ഇലക്ട്രോൺ ഉണ്ടാവും. ഇപ്പം നോൺ മെറ്റൽസിൽ എന്തില്ല, ഓരോ മോളിക്യൂൾസ്, ഇതിപ്പോൾ ഓരോ മോളിക്യൂളാണ്. നമുക്കറിയാം മോളിക്യൂൾ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഹീറ്റ് കാരണം. ഈ വൈബ്രേഷൻ കൊണ്ടാണ് ഇന്റർമോളിക്യൂൾസ് തമ്മിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പോൾ മെറ്റൽസിലാകുമ്പോൾ എന്തുകൂടി വരും, ഓരോ മോളിക്യൂൾസിൻ്റെ ഇടയിൽ നമ്മൾ ഈ കാണുന്നത് എന്താണ്, ഇവിടെ ഒരു ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഫ്രീ ഇലക്ട്രോൺസ് ഫ്രീ ആയിട്ട് ഇതിലെ എല്ലാം ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിരിക്കും. ആ മൂവ് ചെയ്യുമ്പോൾ എന്തും കൂടെ സംഭവിക്കും, അവിടെ ഒരു ഹീറ്റ് ട്രാൻസ്ഫറും കൂടെ സംഭവിക്കും. സിമ്പിളായിട്ട് നോൺ മെറ്റൽസിൽ ഇതില്ലാത്തതുകൊണ്ട്, അതുകൊണ്ടാണ് ഹീറ്റ് ട്രാൻസ്ഫർ അത്ര എളുപ്പത്തിൽ നടക്കാത്തത്. ഈ വൈബ്രേഷൻ മാത്രമേ ഇല്ലൂ. മെറ്റൽസിലേക്ക് വരുമ്പോൾ ഈ ഫ്രീ ഇലക്ട്രോൺസും കൂടി ഉള്ളതുകൊണ്ട് ഇത് ഇതിൻ്റെ ഇടയിലേക്കൂടെ ഇങ്ങനെ പോയി ഹീറ്റ് ട്രാൻസ്ഫർ കുറച്ച് എളുപ്പത്തിൽ നടക്കും. In metals, conduction takes place due to motion of free electrons as well as vibration of the molecules. That's why metals are good conductors. ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ് അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക്, ഫോറിയേഴ്സ് ലോ. ഫോറിയേഴ്സ് ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ആദ്യം ഇതെന്താണെന്ന് നോക്കാം. ഈ ഭാഗത്തേക്ക് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതായത് ഒരു മെറ്റല് നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. ഈ ഹീറ്റ് ചെയ്യുമ്പോൾ ഈ അറ്റത്ത് നമ്മൾ ഹീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. അതെന്തുകൊണ്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഇവിടെ ഇപ്പോൾ ഒരു ടെമ്പറേച്ചർ നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്നത് ഇത്ര ഒരു 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു T1 എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ്. അതുകൊണ്ട് T1 വേണ്ട, 100 ഡിഗ്രി സെൽഷ്യസ്. ഇപ്പുറത്ത് സാധാരണ ഒരു ടെമ്പറേച്ചർ എത്രയാണ് ഉണ്ടാവുക, 20 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഈ 100നും 20ലേക്കും ഉണ്ടാവുന്ന ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണമാണല്ലോ, അതായത് ഇവിടെ ഹൈ ടെമ്പറേച്ചർ, ഇവിടെ ലോ ടെമ്പറേച്ചർ. ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണമാണ് ആക്ച്വലി എന്ത് സംഭവിക്കുന്നത്, ഈ സർഫസിൽ ഉണ്ടാകുന്ന ഹീറ്റിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുന്നത്. കാരണം ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ ഹീറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ പെട്ടെന്ന് ടെമ്പറേച്ചർ ഇൻക്രീസ് ആകും. അപ്പോൾ അത് 100 അപ്പോൾ സാധാരണ ഇപ്പുറത്തെ അറ്റത്ത് 20. അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യും, ഇവിടുന്ന് പതുക്കെ ഈ മെറ്റലിൻ്റെ ഹീറ്റ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വരും. അതിൻ്റെ കാരണം ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. അപ്പോൾ അത് എത്ര ഹീറ്റ് ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം ഇവിടുന്ന് അപ്പുറത്തേക്ക് കണ്ടക്ട് ചെയ്യും എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കും, ആ ചോദ്യമാണ് ഫോറിയേഴ്സ് ലോ യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. അതായത് ഇവിടെ നിന്നുള്ള ഹീറ്റ് ട്രാൻസ്ഫർ എത്രയാണ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ അതാണ് ഇവിടെ ഓരോ ലെയർ ആയിട്ട് പറയുന്നത്. ഇവിടെ നമ്മൾ 100, 20 എടുത്തതുപോലെ ഇവിടെ എന്ത് പറയുന്നു, T1, T2 എടുത്തു. ഇവിടെ നമ്മൾ ഇത്രയും സമയം ഹീറ്റാണ് യൂസ് ചെയ്തത്. ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ടേം ഇത് ഇവിടത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ആണ്. അതായത് ഇവിടെ കുറേ സമയം ടൈമിൻ്റെയും കൂടെ ഒരു ഡയമെൻഷൻ ഒന്നുമില്ല, ടൈമും കൂടെ ഒന്നുമില്ല. കുറേ സമയം ടൈം കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഹീറ്റ് പോകും. അപ്പോൾ ആ ഹീറ്റിനെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ആണ്, ഒന്നുമില്ല ഹീറ്റ് പെർ ടൈം. ആ ടൈമും കൂടെ ബാലൻസ് ചെയ്തു, ഹീറ്റ് പെർ ടൈം. അപ്പോൾ ഇവിടെ ഈ ഹീറ്റ് ട്രാൻസ്ഫറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം, ഒന്ന് ഈ 100, 20, അതായത് ഈ ഡിഫറൻസ്, അതാണ് ഒന്നാമത്തെ പോയിന്റ്. എന്തിന് പ്രൊപ്പോർഷണലാണ്, ടെമ്പറേച്ചർ ഡിഫറൻസിന് പ്രൊപ്പോർഷണലാണ് ഒന്നാമത്തെ പോയിന്റ്. അത് ക്ലിയറായി, നമുക്ക് മനസ്സിലായി. ഇപ്പോൾ 100, 20 ആണ്. ഇനി നേരെ മറിച്ച് കൂടെ 100ഉം 99ഉം ആണെങ്കിലോ അവിടെ അത്ര രീതിയിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കില്ല. കാരണം ഓൾറെഡി രണ്ടും ഹോട്ടായി ഇരിക്കുന്ന ബോഡീസാണ്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഒന്ന് കമ്പാരിറ്റീവ്ലി കുറഞ്ഞ ടെമ്പറേച്ചറും ഒന്ന് ഹൈ ടെമ്പറേച്ചറും. അപ്പോൾ ഈ ഡിഫറൻസ് കൂടുതലാണ്. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ പെട്ടെന്ന് നടക്കും. അടുത്തതെന്ന് പറയുന്നത് എന്താണ്, ഒരു ഒബ്ജക്റ്റിൻ്റെ ഈ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന ഈ ഒരു ഏരിയ കുറവാണെന്ന് വിചാരിക്കും. അപ്പോൾ കുറച്ച് ഹീറ്റ് അബ്സോർബ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ഏരിയ, അതാണ് ഇവിടെ പറഞ്ഞത് ഏരിയ. അടുത്തത് പറയുന്നത് എന്താണ്, ഇതിൻ്റെ ലെങ്ത്ത്. നമുക്കറിയാം ഇതിപ്പോൾ ഈ ലെങ്ത്ത് ഇത്ര പോലെ പകരം വലിയൊരു 5 മീറ്റർ നീളുകൊണ്ടിരിക്കും. അങ്ങ് അറ്റത്തേക്കുള്ള ഹീറ്റ് ട്രാൻസ്ഫർ പതുക്കെ കുറഞ്ഞു വരും. കാരണം ലെങ്ത്ത് കൂടുന്നതിന് കണക്കായിട്ട് എന്ത് ചെയ്യും, ആ ഹീറ്റ് ട്രാൻസ്ഫർ കുറഞ്ഞു വരും സ്വാഭാവികമായിട്ടും. അപ്പോൾ ഇവിടുന്ന്
ഈ ഒരു ലെയറിലേക്ക് അടുത്തില്ലെങ്കിലോ ഹീറ്റ് ട്രാൻസ്ഫർ കൂടുതലായിരിക്കും, കാരണം ഇത് അടുത്താണ്. ഇപ്പോൾ ഇവിടുത്തേന് പകരം കുറേ 2-3 മീറ്റർ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ എന്താവും, പതുക്കെ പതുക്കെ ഹീറ്റ് ട്രാൻസ്ഫർ കുറയും. അപ്പോൾ എന്തായി, ഇവിടെ പറഞ്ഞതുപോലെ ലെങ്ത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് മനസ്സിലായി. ലെങ്ത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഈ ഡാറ്റ ഒഴിച്ചിട്ട് ഇവിടെ നമ്മൾ ക്യൂ ഡോട്ട്, അതായത് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ്, ഹീറ്റ് ബൈ ടൈമിന് റിലേഷൻ എഴുതിയതാണ് ഇവിടെ ഉള്ളത്. എന്തെഴുതി, ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു കെ വന്നു, പിന്നെ നമ്മൾ ഇവിടെ എഴുതിയ ഡെൽറ്റ ടി എ ബൈ എൽ, സാധാ ഡെൽറ്റ ടി എ ബൈ എൽ എഴുതി. പിന്നെ ഇതാണ് ശരിക്കും ഫോറിയർ റിലേഷൻസ്. പക്ഷെ ഇവിടെ നമ്മൾ ഈ കെനെയും എനെയും എല്ലിനെയും ഒരുമിച്ചാക്കിയിട്ട് ഇവിടെ ഈ എൽ ബൈ കെ എന്ന് എഴുതി. അതായത് ഈ കെനെയും എനെയും താഴേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എന്തായി, ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ എൽ ബൈ കെ എന്നായി. ഈ കെ എക്ക് വിളിക്കുന്ന പേര്. അപ്പോൾ ഇവിടെ ഇപ്പം നോക്കിയാൽ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കൂടിയാൽ, അതായത് ഈ അടിയിലുള്ള ഡിനോമിനേറ്റർ കൂടിയാൽ ഇത് കുറയും. അതായത് നമ്മളിപ്പോൾ ഒരു സാധാ ഒരു ഇലക്ട്രിക്കൽ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വി ഈക്വൽ ടു ഐ ആർ, ഐ ഈക്വൽ ടു വി ബൈ ആർ. അതായത് നമ്മൾ റെസിസ്റ്റൻസ് കൂട്ടുമ്പോൾ ഒരു വയർ, സാധാ ഇലക്ട്രിക്കൽ വയർ, അതിൻ്റെ റെസിസ്റ്റൻസ് കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുക, അതിലേക്കൂടെയുള്ള കറണ്ടിൻ്റെ ഫ്ലോ കുറയും. അതായത് ഒരു വയറിൻ്റെ റെസിസ്റ്റൻസ് കൂട്ടുമ്പോൾ അതിൻ്റെ കറണ്ടിൻ്റെ ഫ്ലോ കുറയും. ഇവിടെ അതുപോലെ എന്താ സംഭവിക്കുക, ഇതിന് ഈ എൽ ബൈ കെ നമ്മൾ വിളിക്കുന്ന പേരാണ് തെർമൽ റെസിസ്റ്റൻസ്. തെർമൽ റെസിസ്റ്റൻസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും, ഹീറ്റിൻ്റെ റേറ്റ് കുറയും. സാധാരണ നമ്മളിവിടെ പറഞ്ഞ റെസിസ്റ്റൻസ് കൂടുമ്പോൾ കറണ്ടിൻ്റെ ഫ്ലോ കുറയുന്നത് പോലെ ഇവിടെ കാണിച്ചിരിക്കുന്ന തെർമൽ റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഹീറ്റിൻ്റെ ട്രാൻസ്ഫർ റേറ്റ് കൂടും. ഇത് കൂടുമ്പോൾ ഇത് കുറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ റിലേഷനെ നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം ഒന്നും കൂടെ ഇത് കുറച്ച്, ഈ സ്ലൈഡ് കുറച്ച് ഒരുപാട് കാര്യങ്ങളില്ലതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇത് ജസ്റ്റ് ഒന്നും കൂടെ സിമ്പിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഒരു മെറ്റൽ പീസ്, അതിൻ്റെ ഒരു സൈഡ് ഹീറ്റ് ചെയ്യുന്നു, അവിടെ ഹീറ്റ് ചെയ്ത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും, ഹൈ ടെമ്പറേച്ചറിലേക്ക് എത്തും. അപ്പം അങ്ങനെ ഒരു ഹൈ ടെമ്പറേച്ചർ ഈ ഒരു സർഫസിൽ ഉണ്ടാകുമ്പോൾ കമ്പാരേറ്റീവ്ലി ഇത് ഹൈ ടെമ്പറേച്ചറും ഇത് ലോ ടെമ്പറേച്ചറും ആവും. അപ്പോൾ ഇവിടുന്ന് ഹീറ്റ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആവും. ആ ഹീറ്റ് എത്ര ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് കണ്ടുപിടിക്കുന്നതാണ് ഫോറിയേഴ്സ് ലോ. ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്നത് എത്രയാണെന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചറിൻ്റെ ഡിഫറൻസ് ആദ്യത്തെ അതിൻ്റെ ഫാക്ടർ. അപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടുമ്പോൾ ഹീറ്റിൻ്റെ ട്രാൻസ്ഫർ റേറ്റ് കൂടും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ശ്രദ്ധിച്ചു, ഹീറ്റിന് പകരം ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ആണ് നമ്മൾ ഉദ്ദേശിച്ചത്, കാരണം ടൈമിൻ്റെ ഇത് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റിനെ സ്വാധീനിക്കുന്നത് എത്ര ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട്. ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടുമ്പോൾ അവിടുത്തെ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കൂടും. അതുകൊണ്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ. അടുത്തത്, ഈ സർഫസിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന ഈ ഫസ്റ്റ് സർഫസിൻ്റെ ഏരിയ, ആ ഏരിയ കൂടുമ്പോൾ എന്ത് ചെയ്യും, കൂടുതൽ ഹീറ്റ് അബ്സോർബ് ചെയ്യും. ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. അടുത്തത് നമ്മൾ പറയുന്നത് ഈ ലെങ്ത്ത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ ഒരു ലെങ്ത്തിലേക്കാണെങ്കിൽ ഇവിടുന്ന് ഒരു ഹീറ്റ് ഇങ്ങോട്ടേക്ക് എത്തും. ഇനിയിപ്പോൾ ഈ ലെങ്ത്തിന് പകരം ഇതിപ്പോൾ 2 മീറ്റർ നീളമുണ്ടെങ്കിലോ അങ്ങ് അറ്റത്തേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും, ഹീറ്റ് അത്രയും ദൂരം എത്തില്ല. അപ്പോൾ ലെങ്ത്ത് കൂടുമ്പോൾ ഹീറ്റിൻ്റെ ട്രാൻസ്ഫർ കുറയും. അപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഈ മൂന്നും കൂടെ ഒരുമിച്ച് എഴുതിയതാണ് ഇവിടെ കാണിക്കുന്നത്. ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ഈസ് ഈക്വൽ ടു ടെമ്പറേച്ചർ ഡിഫറൻസ് ഇൻറ്റു ഇവിടെ കെ, അതൊരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റ്. അത് എന്താണ്, കെ എന്ന് പറയുന്നത് എന്താണ്, കെ എന്ന് പറയുന്നതാണ് തെർമൽ കണ്ടക്ടിവിറ്റി. അത് ഓരോ മെറ്റീരിയലിൻ്റെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കെ. അതായത് ഇതിപ്പോൾ പ്ലാസ്റ്റിക് ആണെങ്കിൽ അതിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് വേറെ ആയിരിക്കും.
ഇതിനിപ്പോൾ ഒരു അയൺ റോഡാണെങ്കിൽ അതിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് വേറെ ആയിരിക്കും. അത് ഏതാണ്? അതാണ് ഒരു മെറ്റലിൻ്റെ അല്ല ഒരു ഒബ്ജക്റ്റിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കെ ഓരോ ഒബ്ജക്റ്റിനും വ്യത്യാസമായിരിക്കും. അപ്പോൾ അതാണ് കെ തെർമൽ കണ്ടക്ടിവിറ്റി. പിന്നെ അതിൻ്റെ A/L, ഈ ഡെൽറ്റ ടീനെ ഇവിടെ നിർത്തിയിട്ട് ഈ KA/L ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത് L/KA. അതാണ് തെർമൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇലക്ട്രിക്കലിൻ്റെ അതിവിടെ പറയുന്നുണ്ട്. നമ്മൾ കറണ്ട് I = വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ആ വയറിലേക്കൂടെയുള്ള കറണ്ടിൻ്റെ ഫ്ലോ കുറയും. അതുപോലെ തെർമൽ റെസിസ്റ്റൻസ് കൂടുമ്പോൾ ആ ഒബ്ജക്റ്റിലെ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ഇത് കൂടുമ്പോൾ ഇത് കുറയും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഇതിനെ നമ്മളൊരു ടേമായി എഴുതി തെർമൽ റെസിസ്റ്റൻസ്. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞ നമ്മൾ നേരത്തെ എഴുതിയ റിലേഷൻ Q ഡോട്ട് ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? K ഡെൽറ്റ ടി A/L. ഇതിൽ നിന്ന് K ഇവിടെ നിർത്തി ബാക്കി എല്ലാവരും അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ഈ ഒരു റിലേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ നേരത്തെ തന്നിട്ടുള്ളത് ഓരോ ഒബ്ജക്റ്റിൻ്റെയും K എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത്? പ്യുവർ മെറ്റൽസിൻ്റെത്, അലോയ്സിൻ്റെത്, ഇൻസുലേറ്റേഴ്സിൻ്റെത്. ഇതാണ് ഓരോ നമ്മൾ പറഞ്ഞ തെർമൽ കണ്ടക്ടിവിറ്റി, അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കഴിവ്. നമ്മൾ മറ്റേ റെസിസ്റ്റൻസിൻ്റെ കാര്യത്തിൽ 1/, റെസിസ്റ്റൻസ് കണ്ടക്റ്റൻസ് പറയുന്നത് പോലെ ഇവിടെ ടെമ്പറേച്ചർ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിൽ തെർമൽ കണ്ടക്ടിവിറ്റി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് സ്ഥിരം പരിചയമുള്ള കാര്യങ്ങളാണ്. സിൽവർ, കോപ്പർ, ഗോൾഡ്, ഡയമണ്ട്, അതിൻ്റെയൊക്കെ തെർമൽ കണ്ടക്ടിവിറ്റിയും ഏകദേശം ഒരുപോലെ. ഇവിടെ ഒരു എക്സെപ്ഷൻ ഉള്ളത് ഡയമണ്ട്. ഡയമണ്ട് ഹൈലി തെർമൽ കണ്ടക്റ്റീവാണ്. 2300 ഇവിടെ വന്നിട്ടുള്ളത്. എയറിൻ്റെ നോക്കുക, വാട്ടർ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഡയമണ്ട് ഈസ് എ എക്സെപ്ഷൻ ആൻഡ് ഹാവ് ഹയസ്റ്റ് വാല്യൂ ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇത് വെച്ചിട്ടുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ സ്റ്റീൽ റോഡ് വിത്ത് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് 50.2. അപ്പം ഇതെന്താണ്? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തെർമൽ കണ്ടക്ടിവിറ്റി എന്നാണ് പറയുന്നത്. തെർമൽ കണ്ടക്ടിവിറ്റി എന്താണ്? K തന്നിട്ടുണ്ട്. ഹാസ് ആൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 0.2 A തന്നിട്ടുണ്ട്. അതും എന്തിൽ തന്നെ? മീറ്റർ സ്ക്വയറിൽ തന്നെ തന്നിട്ടുണ്ട്. ലെങ്ത്ത് L തന്നിട്ടുണ്ട്. അത് സെൻറ്റിമീറ്ററിലാണ് തന്നെ. ഇവിടെയൊക്കെയാണ് കളി. ലെങ്ത്ത് തന്നിട്ടുള്ളത് സെൻറ്റിമീറ്ററിലാണ്, SI യൂണിറ്റ് മീറ്ററാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം. ഇഫ് ദ ടു എൻഡ്സ് ഓഫ് ദ റോഡ് ആർ മെയിൻറ്റെയിൻഡ് അറ്റ് എ ടെമ്പറേച്ചർ ഡിഫറൻസ്. ടെമ്പറേച്ചർ ഡിഫറൻസ് ആയതുകൊണ്ട് നമുക്ക് SI യൂണിറ്റ് കെൽവിനാണ്. അത് ശ്രദ്ധിക്കണം, ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റ് കെൽവിനാണ്. പക്ഷേ ഇവിടെ തന്നത് ഡിഗ്രി സെൽഷ്യസിലാണ്. പക്ഷേ ഡിഫറൻസ് ആയതുകൊണ്ട് ഇത് കുഴപ്പമില്ല. ദ റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ നമ്മളോട് ചോദിക്കുന്നത് സിമ്പിളാണ്. നമുക്കറിയുന്ന റിലേഷൻ Q ഡോട്ട് ഈക്വൽ ടു ആദ്യം കോൺസ്റ്റൻറ്റ് K, പിന്നെ ഡെൽറ്റ ടി, ഏരിയ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ എന്താണ്? ലെങ്ത്ത്. ഇവിടെ എല്ലാം തന്നിട്ടുണ്ട്. K തന്നിട്ടുണ്ട്, ഡെൽറ്റ ടി തന്നിട്ടുണ്ട്, ഏരിയ തന്നിട്ടുണ്ട്, L തന്നിട്ടുണ്ട്. നമുക്ക് എല്ലാം എഴുതി നോക്കാം. 50.2 into 300 അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 0.15, 0.02, 2, 4, 40 into 50, ഏകദേശം 2000 അടുത്ത് വരും. ആൻസർ എന്ത് വരും? 2 കിലോ ജൂൾ എന്ന് വരും. അടുത്തത് നേരത്തെ ക്വസ്റ്റ്യൻ സിമ്പിളാണ്. ആ ഇക്വേഷനിലേക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്യുക വേണ്ടു. എ ബ്രിക്ക് വാൾ ഹാവിങ് എ തിക്നെസ് ഓഫ്
24 centimeter has an inner surface temperature of 25 degrees Celsius and an outer surface temperature of 5 degrees Celsius. അതായത് ഇവിടുന്ന് എന്ത് കിട്ടി? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ കിട്ടി. The rate of heat loss through per square meter of the wall, അതായത് തെർമൽ കണ്ടക്ടിവിറ്റി. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? റേറ്റ് ഓഫ് ഹീറ്റ് ലോസ് ത്രൂ സ്ക്വയർ മീറ്റർ ഓഫ് വാൾ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ജൂൾ പെർ സെക്കൻഡ് നമുക്ക് തന്നിട്ടുണ്ട്. തെർമൽ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്, കെ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഇക്വേഷൻ എഴുതി നോക്കാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതായത് ഒരു വാള്, ഇതിൻ്റെ കാര്യം പറയുന്നത്, ഒരു വാള്, ഇങ്ങനെ ഒരു വാള്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു വാള്. ഈ വാളിൻ്റെ ഇന്നർ സർഫസിൽ, അതായത് ഈ സൈഡ്, ഇതിപ്പോൾ ഒരു വാളാന്ന് കൂട്ടിക്കോ, ഈ വാളിൻ്റെ ഈ സർഫസിലെ ടെമ്പറേച്ചറാണ് 25 ഡിഗ്രി സെൽഷ്യസ്. ഇതിൻ്റെ ഔട്ടർ സർഫസിലേക്ക് എന്ത് ചെയ്യും? 5 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടുന്ന് ഹീറ്റ് ലീക്കാവും. ഇവിടെയാണ് ഇപ്പോൾ ഹീറ്റ് ഉള്ളത്, ഹൈ ടെമ്പറേച്ചർ. ഇവിടുന്ന് ഹീറ്റ് എത്ര ലീക്കാവും എന്നാണ് ചോദിക്കുന്നത്. ഈ വാള് കടന്ന് ഇപ്പുറത്തേക്ക് നമുക്ക് തന്നിട്ടുള്ളത് തിക്നെസ് തന്നിട്ടുണ്ട് 24 സെൻറ്റിമീറ്റർ. ഈ തിക്നെസ് തന്നിട്ടുണ്ട് 24 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ തിക്നെസ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടക്ടറിൻ്റെ ലെങ്ത്ത്, നമ്മൾ നേരത്തെ ലെങ്ത് ആയിട്ട് എടുത്തതാണ്. ഇവിടുന്ന് എത്ര ലീക്ക് ആവുന്നുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ 24 സെൻറ്റിമീറ്റർ എന്താണ്? ഇവിടുത്തെ ലെങ്ത് ആണ്. അപ്പോൾ ഓക്കെ, അത് തന്നിട്ടുണ്ട്, ലെങ്ത്ത് തന്നിട്ടുണ്ട്. നമ്മളെ ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 5 ഡിഗ്രി സെൽഷ്യസിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്തും തന്നിട്ടുണ്ട്? 25 നിന്ന് 5ലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഡെൽറ്റ ടി കിട്ടി. ഡെൽറ്റ ടി എത്രയാണ്? 25 മൈനസ് 5 20 എന്ന് കിട്ടി. അപ്പോൾ ഡെൽറ്റ ടി ഇവിടെ കിട്ടി 20 ഡിഗ്രി സെൽഷ്യസ്. നമുക്ക് ലെങ്ത്ത് കിട്ടി 24 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ മീറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ എത്ര? 0.24 മീറ്റർ. എല്ല് കിട്ടി, ഡെൽറ്റ ടി കിട്ടി, നമുക്ക് കെയും കിട്ടി. നമ്മളോട് സിമ്പിളായിട്ട് ചോദിക്കുന്നത്, അപ്പോൾ നമുക്ക് ഇവിടെ എന്തില്ല? ഏരിയ ഇല്ല. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് എന്തല്ല? ഹീറ്റ് ലോസ് അല്ല ചോദിക്കുന്നത്, റേറ്റ് ഓഫ് ഹീറ്റ് ലോസ് പെർ സ്ക്വയർ മീറ്റർ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏരിയ എന്തെടുക്കുക? യൂണിറ്റ്. പെർ സ്ക്വയർ മീറ്റർ എന്ന് പറയുന്നത് എന്താ? 1 മീറ്റർ സ്ക്വയറിലുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏരിയയും കിട്ടി 1 മീറ്റർ സ്ക്വയർ. നമ്മൾ സാധാരണ നമ്മൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്യൂ ഡോട്ട് റേറ്റ് ഈസ് ഈക്വൽ ടു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് കെ, തെർമൽ കണ്ടക്ടിവിറ്റി, പിന്നെ ഡെൽറ്റ ടി എ ബൈ എൽ. അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കെ ഈക്വൽ ടു 0.15 ജൂളിൽ ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ് 20 ഇൻറ്റു ഇവിടുത്തെ ഏരിയ എത്രയാണ്? ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പെർ സ്ക്വയർ മീറ്റർ. അപ്പോൾ അതുകൊണ്ട് 1 ഡിവൈഡഡ് ബൈ ലെങ്ത്ത്. ലെങ്ത്ത് എത്രയാണ് തന്നിട്ടുള്ളത്? 24 സെൻറ്റിമീറ്റർ. 24 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 0.24. അപ്പോൾ ഇത് ജസ്റ്റ് സോൾവ് ചെയ്യുക. 15 24 5 6 2 5 25/2 എന്ത് കിട്ടി? 12.5 ആൻസർ. ഈ ക്വസ്റ്റ്യനിലൊന്നും എന്തില്ല? ഒരുപാട് കൺസെപ്റ്റ്സോ കാര്യങ്ങളോ ഇല്ല. ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ സെൻറ്റിമീറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2.5 ലിറ്റർ ഓഫ് ഹോട്ട് വാട്ടർ 85 ഡിഗ്രി സെൽഷ്യസ് is mixed with 4.5 liter of cold water. Then the temperature of cold water rises by 50 degrees Celsius. Then equilibrium is reached. Find the initial temperature of the cold water assuming no heat is lost. ഓക്കെ, ഇത് കഴിഞ്ഞ ALPൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നുമെങ്കിലും ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അതായത് ഒരു ഹോട്ട് വാട്ടറിലെ ഒരു 2.5 ലിറ്ററിൻ്റെ ഒരു ഹോട്ട് വാട്ടർ, അവിടുത്തെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 85 ഡിഗ്രി സെൽഷ്യസ്. 2.5 ലിറ്റർ. അടുത്തത് ഒരു കോൾഡ് വാട്ടർ തന്നിട്ടുണ്ട്, അത് 4.5 ലിറ്റർ ഉണ്ട്.
അതിൻ്റെ ടെമ്പറേച്ചറാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ഒരു എക്സ് എന്ന് കൊടുക്കാം. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുന്നു, അതായത് ഈ രണ്ടും കൂടി മിക്സ് ചെയ്യുന്നു. എന്നിട്ട് ഇതിൻ്റെ ടെമ്പറേച്ചർ എത്രയാണെന്ന് പറയുന്നത് എക്സ് പ്ലസ് കോൾഡ് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 15 ഡിഗ്രി സെൽഷ്യസ് കൂടി, അതായത് നമ്മൾ എക്സ് എന്ന് എടുത്തു കോൾഡ് വാട്ടറിന്, അത് കൂടി ഇപ്പോൾ അതിന് എക്സ് പ്ലസ് 15 ആയി. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഹീറ്റ് ലോസ്റ്റ് ഇല്ല എന്നാണ്. അതായത് ഇത് ജസ്റ്റ് ഒരു അസംഷൻ, ഹീറ്റ് ലോസ്റ്റ് ഇല്ല. അതായത് ഇതിൻ്റെ അർത്ഥം എന്താ, ഈ ഹോട്ട് വാട്ടർ പ്രോസസ്സ് ചെയ്യുന്ന ഹീറ്റും ഇവിടുന്ന് അവസാനം ഈ കോൾഡ് വാട്ടർ ശേഷം പ്രോസസ്സ് ചെയ്യുന്ന ഹീറ്റും സെയിം ആണെന്നാണ് പറയുന്നത്. അതായത് ഇവിടുന്ന് പോകുന്നതാണല്ലോ ഇവിടുന്ന് കിട്ടുന്നത്, അതായത് ഇവിടുന്ന് പോകുന്ന ഹീറ്റാണ് ഇതിന് കിട്ടുന്നത്, എന്നിട്ടാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ എക്സ് നിന്ന് എക്സ് പ്ലസ് 5 ആയത്. ബേസിക്കലി അത് മനസ്സിലായില്ല, കാരണം ഈ ഹോട്ട് വാട്ടറിൽ നിന്ന് ഹീറ്റ് പോകുന്നത് എത്രയാണോ അത് മുഴുവനും ഇതിൻ്റെ ഹീറ്റ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിന് കാരണമാവുന്നു. അതുകൊണ്ടാണ് ഹീറ്റ് ഈസ് നോട്ട് ലോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ ഈ ഹോട്ട് വാട്ടറിൻ്റെ ഹീറ്റ് എത്രയുണ്ട് നോക്കാം. നമുക്ക് ആകെ അറിയുന്ന ഒരു ഇക്വേഷൻ എന്താ, സ്പെസിഫിക് ഹീറ്റിൻ്റെ ഒരു ഇക്വേഷൻ, ഹീറ്റ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ്. അപ്പോൾ ഒന്നിക്ക് എസ് എന്നോ സി എന്നോ എന്ത് വേണം കൊടുക്കുക, തൽക്കാലം എസ് എന്ന് കൊടുക്കുക, സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു ഡെൽറ്റ ടി. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ഇത് രണ്ടുമാണ് നമുക്ക് ഈ ഹീറ്റാണ് ഇക്വേറ്റ് ചെയ്യേണ്ടത്. ഈ ഹോട്ട് വാട്ടറിൻ്റെ ക്യൂവും ഈ കോൾഡ് വാട്ടറിൻ്റെ ഹീറ്റും നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് ഹോട്ട് വാട്ടറിൻ്റെ എടുക്കാം, ഇപ്പുറത്ത് കോൾഡ് വാട്ടറിൻ്റെ കൊടുക്കാം. എം നമുക്ക് മാസ് തന്നിട്ടുണ്ടോ, ഇല്ല. എന്ത് തന്നിട്ടുണ്ട്, വോളിയം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തറിയാം, മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഇത് രണ്ടും ഒരേ വാട്ടർ അല്ലേ, രണ്ടും വാട്ടർ തന്നെയല്ലേ, അപ്പോൾ അതുകൊണ്ട് ഡെൻസിറ്റി സെയിം ആണ്, ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം, മാസിന് പകരം ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് എഴുതാം. ഡെൻസിറ്റി ഇൻറ്റു വോളിയം, ആദ്യത്തെ 2.5 ഡെൻസിറ്റി ഇൻറ്റു 2.5. ഇപ്പുറത്തോ അതുപോലെ ഡെൻസിറ്റി ഇൻറ്റു ഇവിടുത്തെ വോളിയം എത്രയാണ് 4.5. ഈ ഡെൻസിറ്റിയും ഇപ്പം തന്നെ കട്ട് ചെയ്ത് പോയി. അപ്പോൾ 2.5 ഇൻറ്റു 4.5. അടുത്ത എസ്, രണ്ടും വാട്ടർ തന്നെയാണ്, അപ്പോൾ എന്താ സെയിം ആണ്, രണ്ടിൻ്റെ സ്പെസിഫിക് ഹീറ്റും സെയിം അല്ലേ, അപ്പോൾ ഇവിടെ എസ് അതും എന്തായി കട്ട് ചെയ്ത് പോയി. ബാക്കിയുള്ളത് ഡെൽറ്റ ടി. കൂടെ ഒന്ന് ശ്രദ്ധിക്കണം, 85 നിന്ന് എക്സ് പ്ലസ് 15 ആയി മാറുന്നു. അതാണ് ഇവിടുത്തെ ടെമ്പറേച്ചറിൻ്റെ ചേഞ്ച്. എക്സിൽ നിന്ന് എന്തായി മാറുന്നു, എക്സ് പ്ലസ് 15 ആവുന്നു. അപ്പോൾ ഇവിടുത്തെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എളുപ്പത്തിൽ കിട്ടും 15. ഇവിടുത്തെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്താണ്, 85 മൈനസ് എക്സ് പ്ലസ് 15 ബ്രാക്കറ്റിൽ 85 മൈനസ്, ഇവിടുത്തെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എത്രയാണ്, 85 മൈനസ് എക്സ് പ്ലസ് 15 ബ്രാക്കറ്റിൽ. ഇപ്പോൾ ഇവിടെ എന്ത് വരും, 85 മൈനസ് എക്സ് മൈനസ് 15. ഇതെന്ത് വരും, 85 15 കുറച്ച് കഴിഞ്ഞാൽ 17 മൈനസ് എക്സ്. ഇപ്പോൾ ഇവിടുത്തെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്താണ്, ഇൻറ്റു 70 മൈനസ് എക്സ് ബ്രാക്കറ്റിൽ. അപ്പോൾ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കലാണ് ഇവിടെ ക്വസ്റ്റ്യൻ. 2.5 4.5 5 9 5 3 9 27 70 27 കുറച്ച് കഴിഞ്ഞാൽ 43. ആൻസറായി. ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഒന്നും കൂടെ നോക്കാം. അതായത് ഈ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ വെച്ചാൽ, രണ്ട് വാട്ടർ സെപ്പറേറ്റ് ബീക്കറിലെടുത്തു. ആദ്യത്തെ ബീക്കറിൽ ഒരു ഹോട്ട് വാട്ടർ എടുത്തു. ഇതാണ് ഹോട്ട് വാട്ടർ, റെഡ് കാണിക്കുന്നത് ഹോട്ട് വാട്ടർ. അത് 2.5 ലിറ്റർ ഉണ്ട്, ഇത് 4.5 ലിറ്റർ ഉണ്ട്. ഇത് 85 ഡിഗ്രി സെൽഷ്യസ് ഹോട്ട് ടെമ്പറേച്ചറിലാണുള്ളത്. രണ്ടാമത് തന്നിട്ടുള്ളത് എത്രയാണ്, ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുന്നു. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ എക്സിന് പകരം എക്സ് പ്ലസ് 5 എന്നായി, എക്സ് പ്ലസ് 15 എന്നായി. ഈ ഹോട്ടും കോൾഡും മിക്സ് ചെയ്തപ്പോൾ എക്സ് പ്ലസ് 15 ആയി.
അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞിട്ട് ഹീറ്റ് ലോസ്റ്റ് ഇല്ല എന്ന് പറയുന്നു. അതായത് ഈ ഹോട്ടിൽ നിന്ന് എത്രയാണോ ഹീറ്റ് ഇവിടത്തേക്ക് കൊടുത്തത് ആ ട്രാൻസ്ഫർ ചെയ്ത ഹീറ്റ് യൂസ് ചെയ്തിട്ടാണ് ഈ കോൾഡ് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ എക്സിൽ നിന്ന് x+15°C ആയി ഉയർന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ വർക്ക് ഇൻപുട്ട് ഈക്വൽ ടു ഔട്ട്പുട്ട് കൊടുക്കുന്നത് പോലെ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഹോട്ട് ബോഡിയിലുണ്ടായ ടോട്ടൽ ടെമ്പറേച്ചർ, ടോട്ടൽ ഹീറ്റ് അത് എത്രയാണ്, അത് ഈക്വൽ ടു ആയിരിക്കും നമ്മൾ ഈ മിക്സ് ചെയ്ത ശേഷം ഇവിടത്തേക്ക് വന്ന ഹീറ്റിൻ്റെ ട്രാൻസ്ഫർ. ഇവിടുന്ന് എത്ര ഹീറ്റ് ട്രാൻസ്ഫർ ആയോ ആ ഹീറ്റാണ് ഇവിടെ കിട്ടിയത്. അത് രണ്ടും കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. Q കണ്ടുപിടിക്കാൻ നമുക്കറിയുന്ന ഒരു ഇക്വേഷൻ സ്പെസിഫിക് ഹീറ്റിൻ്റെ ഇക്വേഷൻ, മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഇത് രണ്ട് ഭാഗത്തും ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ മാസ് തന്നിട്ടില്ല, മാസിന് പകരം തന്നത് വോളിയമാണ്. അപ്പോൾ വോളിയം വെച്ചിട്ട് നമുക്ക് മാസ് കണ്ടുപിടിക്കാം. മാസ് ഈക്വൽ ടു, അതായത് ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം, ആ റിലേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് മാസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് എഴുതാം. മാസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. അപ്പോൾ ഈ ഇക്വേഷനിൽ എമ്മിനെ റീപ്ലേസ് ചെയ്ത് ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് എഴുതി. അപ്പോൾ രണ്ട് ഭാഗത്തും ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഡെൻസിറ്റിയും കട്ട് ചെയ്തു പോവും, ബാക്കി വോളിയം മാത്രമാവും. ഇപ്പുറത്തെ സ്പെസിഫിക് ഹീറ്റ് രണ്ടിനും സെയിം ആവുന്നതുകൊണ്ട് സ്പെസിഫിക് ഹീറ്റ് രണ്ടും ക്യാൻസൽ ചെയ്തു പോകും. പിന്നെ ഇപ്പുറത്തുള്ളത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചറാണ്. ആദ്യത്തെ കേസിൽ ഹോട്ട് ബോഡീൻ്റെ ടെമ്പറേച്ചർ കുറയുകയും കോൾഡുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ആ കുറയുന്നത് എത്രയാണ്? 85 നിന്ന് x+15 കുറയൽ. 85 നിന്ന് എക്സ് കുറച്ച് കഴിഞ്ഞാൽ 70 മൈനസ് എക്സ്, ഇവിടുത്തെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ കിട്ടി. എക്സ് നിന്ന് x+15 15 കിട്ടി. അപ്പോൾ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുന്നു, നമ്മൾ എക്സിൻ്റെ വാല്യൂ കിട്ടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, if 1.5 liter ഓഫ് ഹോട്ട് വാട്ടർ 80°C is mixed with, നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ, ഇതും ALPൻ്റെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ ആണ്. 80°C ഉള്ള 1.5 liter ഓഫ് hot water at 80°C is mixed with 2.5 liters of cold water at 40°C. Find the final equilibrium temperature if no heat is lost. ഇവിടുത്തെ എന്താ, പിന്നെ നമുക്ക് ആദ്യം എല്ലാം എഴുതേണ്ട ആവശ്യമില്ലല്ലോ. 18 ഇൻറ്റു 1.5 ഇൻറ്റു ഇവിടെ എന്തായിരിക്കും, നമുക്ക് ഇവിടുത്തെ ടെമ്പറേച്ചർ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ 18 മൈനസ് എക്സ് is equal to 2.5 into 40 into 2.5 into ഇതിൻ്റെ ആവശ്യമില്ലല്ലോ, ചേഞ്ച് ഇൻ ടെമ്പറേച്ചറല്ലേ വേണ്ടത്, ടെമ്പറേച്ചറല്ലേ. 2.5 ഇൻറ്റു ഇത് കിട്ടും 40 എക്സ് മൈനസ് 40. ഒന്നിക്കൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇതന്നെ ബാക്കി കംപ്ലീറ്റ് ചെയ്യാം. 1.5 3 2.5 5 3 ഇൻറ്റു 80 240 മൈനസ് 3x ഈക്വൽ ടു 5x മൈനസ് 200. 5x നിന്ന് 3x കൂട്ടിക്കഴിഞ്ഞാൽ 8x, 200 240 440. x ഈക്വൽ ടു 440 ബൈ 8 ഈക്വൽ ടു എത്രയായി? 4ഉം 8ഉം ബൈ 2 110 ബൈ 2 എന്ത് കിട്ടി? ഇപ്പോൾ ഇവിടെ എന്താ ആൻസർ കിട്ടി? 110 ബൈ 2 55°C. 55°C ആൻസർ. 55, ഇത് ഓപ്ഷൻ തെറ്റാണ്, 55 ഇവിടുത്തെ ആൻസർ. 55, ഇത് ഡിഗ്രിയാണ്, 0 പോകുന്നത്. 55°C. ഓക്കെ. ഡാഷ് ഈസ് ദ യൂണിറ്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി. തെർമൽ കണ്ടക്ടിവിറ്റി എന്താണ്? K. നമുക്കറിയുന്ന ഇക്വേഷൻ Q ഈക്വൽ ടു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് K ഇൻറ്റു ഡെൽറ്റ ടി ഇൻറ്റു എ ഇൻറ്റു ഡിവൈഡഡ് ബൈ എൽ. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? Kൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കാം.
അല്ലെ നമുക്ക് വേറെ എന്താ അറിയാം, കെ എന്ന് പറഞ്ഞാൽ ഇതെന്താ അറിയാ, വാട്ട് പെർ മീറ്റർ കെൽവിൻ ആണെന്ന് അറിയാല. ഈ വാട്ട് എന്താണ് ഇവിടെ, ജൂൾ പെർ സെക്കൻഡ്. അപ്പോൾ ജസ്റ്റ് ഇതിനെ സിമ്പിളായി മാറ്റി എഴുതിയാൽ മതി. വാട്ടിന് ജൂൾ പെർ സെക്കൻഡ് മീറ്റർ കെൽവിൻ. ഇത് വരുന്നത് എന്താണ്, ജൂൾ പെർ സെക്കൻഡ് മീറ്റർ കെൽവിൻ. ഓപ്ഷൻ സി. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പം അങ്ങനെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കി, ലേറ്റൻ്റ് ഹീറ്റ് എന്താണെന്ന് നോക്കി, അതിനുശേഷം ഓരോ മെറ്റൽസിലും ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ റിലേഷൻ നമ്മൾ ഫോറിയർസ് തിയറം വെച്ചിട്ട് നോക്കി. ഓക്കെ.